ആമോസ് 9:11. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് പഴയ കാലത്തെന്ന പോലെ അതിനെ പണിതുയർത്തും. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ വരികളാണിത്. ഈ പ്രവചനം ഇന്ന് പൂർത്തിയാവുകയും ചെയ്തു. പണ്ട് വലിയ പ്രതാപത്തിലുള്ള ഒരു കൂടാരമുണ്ടായിരുന്നു, ദാവീദിൻ്റെ കൂടാരം, അല്ലെങ്കിൽ ദാവീദിൻ്റെ രാജ്യം. സർവമഹത്വത്തിലും പ്രതാപത്തിലും ഉണ്ടായിരുന്ന ആ രാജ്യം കാലക്രമേണ നശിച്ച് ഇല്ലാതായി. ശേഷം മറ്റൊരു രാജ്യം ഉയർന്നു വന്നു. ആ രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. ദൈവം രാജാവ്. യേശുക്രിസ്തുവിലൂടെയാണ് നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുന്നത്. മാമോദീസയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ നമുക്കൊരു കർത്തവ്യം കൂടെ ഉണ്ട്. അത് നിറവേറ്റുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. അത് മറ്റൊന്നുമല്ല, പുതുക്കി പണിയുക. ദൈവരാജ്യം പുതുക്കി പണിയുക. ഓരോ നിമിഷവും ദൈവരാജ്യം പുതുക്കി പണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നാം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ആഴപ്പെടുത്താമോ അത്രത്തോളം ആഴപ്പെടുത്തും. 2, ദൈവരാജ്യം പുതുക്കി പണിയുന്നവരായി നമ്മെ മാറ്റും. ഇതാണ് ശരിയായ പരിശുദ്ധാത്മാഭിഷേകം നടന്നാൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഇങ്ങനെ ദൈവരാജ്യം പുതുക്കി പണിയുന്ന അവരുടെ പേരാണ് വിശുദ്ധർ. അന്ത്യകാല സഭയിൽ അന്ത്യകാല വിശുദ്ധരാവാൻ വിളി കിട്ടിയവരാണ് ഓരോ മാമോദീസ ജലം തലയിൽ വീണ ക്രിസ്ത്യാനികളും. ദൈവരാജ്യം വളരട്ടെ.